ഈ പരിപാടി വളരെ ഹൃദ്യമായ വാക്കുകളിൽ ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ ശ്രീ കെ സുധാകരൻ, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും നമ്മുടെ പാർലമെന്റ് അംഗവും നമ്മുടെ നേതാവുമായ ശ്രീ കെ സുധാകരൻ, പ്രിയപ്പെട്ട ശ്രീ കരീം ജലീലി, MLA-മാർ ശ്രീ സജീവ് ജോസഫ്, ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, CVA നാരായണൻ, PT മാത്യു, സുമാ ബാലകൃഷ്ണൻ, AD മുസ്തഫ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, നല്ലവരായ സുഹൃത്തുക്കളെ, ഞാൻ എങ്ങനെ നന്ദി പറയണം എന്നാലോചിക്കുകയായിരുന്നു. എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അങ്ങേയറ്റത്തെ പിന്തുണ നൽകിയ കണ്ണൂരിലെ നേതാക്കന്മാരോടും സഹപ്രവർത്തകന്മാരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഇവിടെ സജീവ് ജോസഫും PT മാത്യുവും എല്ലാം പറഞ്ഞതുപോലെ ഇടുക്കലിലെ ഒരു സാധാരണ കൃഷിക്കാരന്റെ മകനായിട്ട് വളർന്ന, വിദ്യാഭ്യാസ കാലഘട്ടം തന്നെ മുന്നോട്ട് പോകാൻ പ്രയാസപ്പെട്ട, ഡിഗ്രി കഴിഞ്ഞിട്ട് ലോ കോളേജിൽ ചേരാൻ പണമില്ലാത്ത സന്ദർഭത്തിൽ കൃഷിപ്പണിയിൽ വ്യാപൃതനായ എന്നെ പിന്നീട് ലോ കോളേജ് വിദ്യാർത്ഥിയായും KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഉത്തരവാദിത്തമുള്ള പ്രവർത്തകനായും കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിന്റെ 10-16 വർഷക്കാലത്തെ ജില്ലാ സെക്രട്ടറിയായും അതിനുശേഷം ശ്രീ കെ സുധാകരൻ മന്ത്രിയായ സന്ദർഭത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായും പിന്നീട് പേരാവൂർ MLA ആയും അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ സന്ദർഭത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായും ഇപ്പോൾ ശ്രീ VD സതീശൻ നേതൃത്വം നൽകുന്ന കേരളത്തിലെ UDFന്റെ കരുത്തുറ്റ മന്ത്രിസഭയിൽ ഒരു അംഗമായി എന്നെ നിയോഗിച്ചത് കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും പ്രവർത്തകരും നല്ലവരായ ജനങ്ങളും നൽകിയ അങ്ങേയറ്റത്തെ പിന്തുണയുടെ ഫലമായിട്ടാണ്. ഞാൻ അവരെ എല്ലാവരെയും നന്ദിയോടെ ഓർമ്മിക്കുകയാണ്. എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ശ്രീ കെ സുധാകരൻ DCC പ്രസിഡന്റായ സന്ദർഭത്തിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചു. അദ്ദേഹം മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് ഒറ്റ പേര് DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ, അതെന്റെ പേരായിരുന്നു. DCC പ്രസിഡന്റ് ആയപ്പോഴും എല്ലാ പിന്തുണയും അദ്ദേഹം നൽകി. പിന്നീട് MLA ആയും KPCC പ്രസിഡന്റായിട്ടും എല്ലാം പ്രവർത്തിക്കാൻ അവസരം നൽകി. നിരവധി നേതാക്കന്മാർ, നൂറുദ്ദീൻ സാഹിബ് മന്ത്രിയായും KPCC ഖജാൻജിയായും പ്രവർത്തിച്ചു. എൻഡാമേഷൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായും മന്ത്രിയായും പ്രവർത്തിച്ചു. NR DCC പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായെന്ന്. സത്യത്തിൽ NRന്റെ മുൻപിൽ നിൽക്കാൻ ഞങ്ങൾക്കെല്ലാം ഒന്ന് ഭയമായിരുന്നു. എന്നാൽ അത്രയും ഭയത്തോടെയാണ്, ബഹുമാനത്തോടെയാണ് നമ്മളെല്ലാവരും കണ്ടത്. നൂറുദ്ദീൻ സാഹിബിനെ ഞാൻ ഓർമ്മിക്കുന്നു, എൻഡാമേഷനെയും പീരാമേഷനെയും ഓർമ്മിക്കുന്നു. അതിൻ്റെയും മുൻപിൽ DCC പ്രസിഡന്റും മന്ത്രിയുമായ K കുഞ്ഞമ്പുവേട്ടനെ ഞാൻ ബഹുമാനത്തോടെ ഓർമ്മിക്കുകയാണ്. നിരവധി നേതാക്കന്മാർ, പ്രമുഖര് നമ്മുടെ കൂടെയില്ല. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് SR ആന്റണി DC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ സെക്രട്ടറി ആയിരുന്നു. മുസ്ലിം ലീഗിന്റെ മൗലവി സാഹിബിനെ അദ്ദേഹത്തിന് എന്നോടുണ്ടായിരുന്ന സഹോദര തുല്യമായ സ്നേഹമാണ്. 21 ഇലക്ഷൻ കഴിഞ്ഞ് UDF ജയിക്കും എന്ന് കരുതി ഒരു മാസക്കാലം റിസൾട്ട് വരാൻ കാത്തിരിക്കുകയാണ് 21 ഇലക്ഷൻ. അപ്പൊ മൗലവി സാഹിബ് കെ സുധാകരനെ വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ സണ്ണിയെ നിങ്ങൾ മന്ത്രിയാക്കില്ലേ എന്നാണ് സുധാകരനോട് ചോദിച്ചത്. റിസൾട്ട് വരുമ്പോൾ നമ്മൾ ജയിക്കും എന്ന് കരുതിയിട്ടാണ് മൗലവി സാഹിബ് എന്റെ സണ്ണിയെ നിങ്ങൾ മന്ത്രിയാക്കില്ലേ എന്ന് കെ സുധാകരനോട് അന്ന് ആവശ്യപ്പെട്ടത്. അപ്പോൾ അത്ര കണ്ട് എനിക്ക് സ്നേഹം നൽകിയ നിരവധി നേതാക്കന്മാർ UDFന്റെ അകത്തുണ്ട്. കുഞ്ഞാമ സാഹിബൊക്കെ അതിന്റെ പട്ടികയിൽ വരുന്ന ആളുകളാണ്. നിരവധി പ്രവർത്തകന്മാർ. ഞാൻ പഞ്ചായത്ത് തല യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട്, പിന്നീട് ഇരിക്കൂർ നിയോജകമണ്ഡലം പ്രസിഡന്റായിട്ട് എന്റെ പേര് നിർദ്ദേശിക്കുന്നതിന് ശ്രീ PC മുഹമ്മദാണ്. ആ കാലഘട്ടം ശ്രീ KC ജോസഫ് 40 വർഷക്കാലം ഇരിക്കൂറിന്റെ MLA-യും ഇടയ്ക്ക് മന്ത്രിയുമായി പ്രവർത്തിച്ച ജ്യേഷ്ഠ സഹോദരൻ. രാഷ്ട്രീയത്തിൽ നേരത്തെ VT മാത്യു പറഞ്ഞതുപോലെ ചിലപ്പോൾ ചേരിയിലൊക്കെ സംഘടനാ മത്സരത്തിൽ വേറിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ പോലും എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും നമുക്ക് നൽകിയിട്ടുള്ള നേതാക്കന്മാർ നിരവധി പേരാണ്.
അവരെല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ഓർമ്മിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മൂവർണ്ണ പതാക പിടിച്ച് ധീരമായ രക്തസാക്ഷിത്വം വഹിച്ച നിരവധി പേർ, അവരുടെ പേരുകൾ പറയാൻ നമുക്ക് സാധിക്കും. ആ പേരുകള് നീണ്ട ഒരു ലിസ്റ്റാണ് എന്നതുകൊണ്ട് ഞാൻ അവരെ പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരെയും സ്നേഹത്തോടെ ഓർമ്മിക്കുകയാണ്. രാഷ്ട്രീയത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ആകും എന്ന് വിചാരിച്ചല്ല കെ സുധാകരൻ KSUവിന്റെ പ്രവർത്തകനായി ബ്രദൻ കോളേജിൽ വരുന്നത്. സജീവ് ജോസഫ് KSU പ്രവർത്തകനായി ഉത്തരവ് കോളേജിൽ സജീവ് മാർട്ടിനും വരുന്നത്. മാറോളിയും നാരായണനും എല്ലാവരും KSUവിന്റെ പ്രവർത്തകരായി വന്നതുപോലെ ഞാനും ഒരു സാധാരണ KSU പ്രവർത്തകനായി കോളേജ് യൂണിയൻ മത്സരിച്ച് അവിടെ KSC കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായിരുന്നു. തൊടുപുഴയിൽ അന്ന് ശക്തിയുള്ള സംഘടന, അതുകൊണ്ട് തോറ്റു. തന്നെ അന്ന് KSU നേതൃത്വം ഉമ്മൻചാണ്ടിയൊക്കെ അന്നേ സഹായിച്ച് എന്നെ കേരള യൂണിവേഴ്സിറ്റി യൂണിയന്റെ കൗൺസിലറായി നോമിനേറ്റ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ തിരുവനന്തപുരത്ത് ആദ്യം പോകുന്നത്. ഞാൻ ഓർമ്മിക്കുകയാണ്. അന്ന് വേറെ ലക്ഷ്യങ്ങളില്ല, വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ്. പിന്നീട് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് പുളിക്കലിലേക്ക് വീണ്ടും വരുന്നു. അപ്പോഴാണ് ലോ കോളേജിൽ പോകാൻ അവസരം ഉണ്ടായത്. യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റായി നിൽക്കുമ്പോഴാണ് ലോ കോളേജിൽ പോകാൻ അവസരം ഉണ്ടായത്. ജെയ്സൺ തോമസ് കൂടി ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഡാഡിയാണ് എനിക്ക് ലോ കോളേജിൽ പോകുന്നതിനുള്ള ആദ്യത്തെ 500 രൂപ എന്നെ ലോ കോളേജിൽ ചേർക്കുന്നതിന് വേണ്ടി എടുത്തു തന്നത്. അത്തരത്തിലുള്ള നിരവധി ആളുകളുടെ സഹായത്തോടെയാണ് ഞാൻ എൻ്റെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചത്. ലോ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ സിൻഡിക്കേറ്റ് മെമ്പറാണ് വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായി. അപ്പൊ എൻ്റെ ഹോസ്റ്റലല്ല ലോഡ്ജാണ്. ലോഡ്ജിലെ ആളുകൾ അന്ന് തന്നെ എന്നെ മന്ത്രി എന്നാണ് വിളിക്കുന്നത്. കാരണം വിദ്യാർത്ഥികളുടെ മന്ത്രിയാകാൻ സാധിച്ചു എന്ന് മാഷേ. അപ്പൊ അത് തന്നെ അപ്പൊ തന്നെ എന്നെ മന്ത്രി എന്നാണ് വിളിക്കുന്നത്. പിന്നെ നമുക്കൊക്കെ രാഷ്ട്രീയത്തിൽ അറിയാതെ ഒരു പ്രതീക്ഷയുണ്ട്, ഇന്ന സ്ഥാനമാകുന്നല്ല. ഞാൻ ഒരു ദിവസം കോളേജിൽ പോകാത്ത ദിവസം വീട്ടിലുണ്ട്. വീട്ടിലിരിക്കുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, സണ്ണി ആ തൊഴുത്തിലെ ചാണകം ഒന്ന് വാരിയിട്ടേക്കാൻ പറഞ്ഞു. പൈസ ചാണകം ഒന്ന് വാരിയിട്ടേക്കാൻ എൻ്റെ അമ്മ പറയാണ്. അപ്പൊ ഞാൻ തമാശയായിട്ട് അമ്മയോട് പറഞ്ഞു, ഭരണേക്രം പിടിച്ചിരിക്കേണ്ട കൈയാണ്, ഇതുകൊണ്ട് ചാണകം മാറണമെന്ന് അമ്മയോട്. അപ്പൊ അമ്മ പറഞ്ഞു, അത് അന്നേരം നമുക്ക് സോപ്പിട്ട് കഴുകാം. ഇപ്പൊ എൻ്റെ മാൻ, ഇപ്പൊ അമ്മമാർ വിളിക്കുന്ന ഒരു ഭാഷയുണ്ടല്ലോ, ഇപ്പൊ എൻ്റെ മാൻ ആ ചാണകം വാരിയിട്ടേക്കാൻ പറഞ്ഞു. എന്നെ സോപ്പിട്ട് കഴുകാമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ആ ചാണകം വാരിയിട്ടു. ഒരു ദിവസം ചന്ദ്രക്കാമ്പാറയിൽ ഒരു മരിച്ച വീട്ടിൽ പോയിട്ട് ഞാനും ഭാര്യയും കൂടെ ശ്രീകണ്ഠപുരത്ത് നിന്ന് ഇരിട്ടിക്ക്, നേരത്തെ പറഞ്ഞ പോലെ നെച്ചാട് പാലം പണിതിട്ടില്ല, അവിടെ ശ്രീകണ്ഠപുരം വഴി പോകണം. ചന്ദ്രക്കാമ്പാറ പയ്യാവൂരിൽ നിന്ന് ഇരിട്ടിക്ക് പോകണമെങ്കിൽ ശ്രീകണ്ഠപുരം വഴി ബസ്സിൽ പോവുക. ഞാനിങ്ങനെ യാത്രയൊക്കെ ചെയ്ത് ഞാനും ഭാര്യയും ഒരു സീറ്റിലിരിക്കുക. ബസ്സിൽ സീറ്റിലിരുന്ന് ഞാൻ ഉറങ്ങിപ്പോയി. അപ്പൊ കാലൊക്കെ നല്ലൊരു വിസ്തൃതിയിൽ വെച്ചിട്ടാണ് ഞാൻ ഉറങ്ങുന്നത്. അപ്പൊ ഭാര്യ, നിങ്ങൾക്കെല്ലാം അറിയാം, എനിക്ക് തമാശയൊക്കെ പറയും, ഒന്ന് ഒതുങ്ങിയിരുന്നേ മറ്റുള്ളവർക്ക് ഇരിക്കേണ്ടതാണ്. എന്നോട് ഭാര്യ പറയാണ്, ഒന്ന് ഒതുങ്ങിയിരിക്കും മറ്റുള്ളവർക്ക്. അപ്പൊ ഞാൻ അന്നേരം തമാശയായിട്ട്, ഇത് കാറയിൽ ഇരിക്കേണ്ട കാലാണ്, ഇപ്പൊ ഇങ്ങനെ നല്ല കൂടി ഇരുന്നതേ ഉള്ളൂ. അപ്പൊ ചെറിയ പ്രതീക്ഷ, മന്ത്രിയാവുന്നില്ല, KPC പ്രസിഡന്റ്. അതാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തത്. മന്ത്രിയാണെന്നുള്ള ചെറിയ മനവരും മന്ത്രിയാണെന്ന് കണ്ടപ്പോൾ മന്ത്രിയാണെന്നുള്ള ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും KPC പ്രസിഡന്റ് ഒരിക്കലും ഞാൻ അങ്ങോട്ട് അന്വേഷിച്ചതല്ല. എനിക്ക് അതിനെ അർഹതയുണ്ടെന്ന് ഞാൻ കരുതിയില്ല. എന്നെ ഇങ്ങോട്ട് എല്ലാവരും ചേർന്ന് നേതൃത്വം ശ്രീ KC വേണുഗോപാലും K സുധാകരനും രമേശ് ചെന്നിത്തലയും VD സതീശനും എല്ലാവരും ചേർന്ന്, സജീവ് ജോസഫ് ഉൾപ്പെടെയുള്ള MLA-മാർ, അവരെല്ലാവരും, ഉണ്ണിത്താനെ പോലുള്ള MP-മാർ, ഷാഫിയെ പോലുള്ള MP-മാർ, നേതാക്കന്മാർ, വിഷ്ണുനാഥ്, അനിൽകുമാർ, എല്ലാവരും ചേർന്നാണ് എന്നെ ആ ഉത്തരവാദിത്വവും ഏൽപ്പിച്ചത്. അതെല്ലാം ഏതാണ്ട് വിജയകരമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തോടെ അകമഴിഞ്ഞ പിന്തുണയോടെ അതെല്ലാം ഒരു പരിധി വരെ വിജയിപ്പിക്കാൻ സാധിച്ചു. വലിയ പ്രതീക്ഷയിലാണ്. നമുക്കറിയാം, മുഖ്യമന്ത്രിയും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുത്ത ആ സന്ദർഭത്തിൽ രാഹുൽജിയും ഖാർഗെജിയും പ്രിയങ്കാജിയും കർണാടകത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരും ജനപതിനായിരങ്ങളും, അങ്ങനെ തന്നെ ഞാൻ പറയുകയാണ്, ജനപതിനായിരങ്ങളും തിങ്ങി നിറഞ്ഞ ആ സദസ്സ് കേരളത്തിലെ പുതിയ സർക്കാരിലും രാഷ്ട്രീയ നേതൃത്വത്തിലും ഇവിടെ K സുധാകരൻ ചൂണ്ടിക്കാണിച്ചതുപോലെ വലിയ ഉത്തരവാദിത്തമാണ് നമുക്ക് നൽകുന്നത്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ ഓരോരുത്തർക്കും അവരിൽ അർപ്പിതമായ കടമകൾ നിർവഹിക്കാൻ സാധിക്കണം.
ഞാൻ വൈദ്യുതി, പാർലമെന്ററി, പരിസ്ഥിതി വകുപ്പുകളാണ് എനിക്ക് വകുപ്പുകൾ സംബന്ധിച്ച് യാതൊരു പരാതിയുമില്ല. ആദ്യം വേറെ വകുപ്പ് പറഞ്ഞെന്ന് പറഞ്ഞാൽ വാർത്തയിൽ വന്നു, തീരുമാനമായില്ല. പക്ഷെ തീരുമാനിച്ചതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടെയാണ്, യാതൊരു പരാതിയില്ല. ഞാൻ വൈദ്യുതി വകുപ്പിനെ കുറിച്ച് പഠിച്ചപ്പോൾ കേരളത്തിലെ പ്രഗത്ഭനായ ഒരു IAS ഉദ്യോഗസ്ഥൻ അദ്ദേഹം എന്നെ കാണാൻ വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, 30 വർഷക്കാലത്തെ വിവിധ വകുപ്പുകളിലുള്ള സിവിൽ സർവീസിന്റെ അദ്ദേഹത്തിന്റെ പ്രവർത്തന പരിചയം വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, വിവിധ വകുപ്പുകളിൽ, ആഭ്യന്തര വകുപ്പിൽ, ജലസേചന വകുപ്പിൽ, തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ എല്ലാം സേവനം ചെയ്ത ഒരു വ്യക്തി എന്നോട് പറയുകയാണ്, ഞാൻ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് വൈദ്യുതി വകുപ്പെന്ന് അദ്ദേഹം എന്നോട് പറയുകയാണ്. കാരണം കേരളത്തിന്റെ വികസനത്തിൽ, വ്യാവസായിക വികസനത്തിൽ വൈദ്യുതി ഏറ്റവും ചുരുങ്ങിയ വിലയ്ക്ക് നൽകാൻ സാധിക്കണം. കാർഷിക ആവശ്യങ്ങൾക്ക് വൈദ്യുതി ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ നൽകാൻ സാധിക്കണം. വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കണം. അതിന് സാധിക്കും. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ്. അതാണ് പരിസ്ഥിതി വകുപ്പിന്റെ പ്രത്യേകത. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തെ ആ തനിമ, ആ കാലാവസ്ഥയുടേതായ ആ കുളിർമ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അതിനെല്ലാം എല്ലാവരുടെയും പിന്തുണ. സമയത്തിന്റെ കുറച്ച് പരിമിതിയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കാസർഗോഡ് മന്ത്രിയില്ല, കോഴിക്കോട് മന്ത്രിയില്ലെങ്കിലും സിദ്ദിഖ് കൂടെയുണ്ട്. അതുകൊണ്ട് മലബാറിന്റെയും കണ്ണൂരിന്റെയും വികസനാവശ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കണം. ശ്രീ കെ മുരളീധരൻ മന്ത്രിയായ ഉടനെ തന്നെ അദ്ദേഹം ഇന്ന് തന്നെ വിളിച്ചു. അദ്ദേഹം ദേവസ്വത്തിന്റെ കൂടി മന്ത്രിയാണ്. 26-ാം തീയതി കൊട്ടിയൂരിൽ വന്ന് കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ ആവശ്യങ്ങൾ എന്ത് എന്ന് ദേവസ്വം മന്ത്രി ചർച്ച ചെയ്യുന്ന കാര്യം കൂടി ഇവിടെ ഏറ്റവും സന്തോഷത്തോടെ അറിയിക്കുകയാണ്. നമ്മുടെ എല്ലാ മന്ത്രിമാരും ഊർജ്ജസ്വലരാണ്. സിദ്ദിഖാണ് കാർഷിക വകുപ്പ്, ബിജുവാണ് സഹകരണ വകുപ്പ്, എല്ലാ വകുപ്പിലും ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തല തന്നെയാണ്, ധനകാര്യം നമ്മളുടെ മുഖ്യമന്ത്രി തന്നെയാണ്. എല്ലാ മന്ത്രിമാരും വളരെ പ്രഗത്ഭരാണ്. ഞാൻ ഒഴിച്ച് എല്ലാവരും പ്രഗത്ഭരാണ്. എന്നത് പവറായതുകൊണ്ട് എന്നെ കൂടി പവർഫുൾ ആക്കാൻ നിങ്ങളെല്ലാവരുടെയും പിന്തുണയും സഹായവും ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ വളരെ ലളിതമായി ഞാൻ പറഞ്ഞു, അധികം വെള്ളം വേണ്ട. കാരണം പ്രാവശ്യം തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അങ്ങനെ കൊണ്ടുവന്നാണ്, വളരെ ആവേശത്തോടെ കൊണ്ടുവന്നാണ്. എയർപോർട്ടിൽ എനിക്ക് ഹൃദ്യമായ സ്വീകരണം നൽകിയതാണ്. ഇന്ന് ഉച്ചകഴിഞ്ഞ് ഇടുക്കിയിൽ പേരാവൂർ മേഖലയുടെ സ്വീകരണമുണ്ട്. അതിനിടയിലും നിങ്ങളുടെ എല്ലാവരെയും വലിയ സാന്നിധ്യത്തിന്, സന്തോഷത്തിൽ ഇത്തരത്തിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രത്യേകമായി നന്ദി പറഞ്ഞ്, മാധ്യമ സുഹൃത്തുക്കൾ വലിയ ഉപദ്രവമൊന്നും ചെയ്യാത്തതിന് പ്രത്യേകം നന്ദി പറഞ്ഞ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.